മുതൽ തുടങ്ങുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക ആ പറഞ്ഞ ഭാഗം. ഖബറിൽ കിടന്നിട്ട് ഉമ്മത്തിനെ നിയന്ത്രിക്കുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഖബറിൽ കിടന്നിട്ട് ഉമ്മത്തിനെ നിയന്ത്രിക്കുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. കണ്ടോ, ഖബറിൽ കിടന്നിട്ട് ഉമ്മത്തിനെ നിയന്ത്രിക്കുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. എത്ര അപകടമാണ് പ്രിയപ്പെട്ടവരെ ഈ പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മദീനയിലെ ഖബറിൽ കിടന്നുകൊണ്ട് ലോകത്തുള്ള സമുദായങ്ങളെ, സമൂഹത്തെ മുഴുവനും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. ഇതാണല്ലോ അവകാശപ്പെട്ടത്. അതിനദ്ദേഹം ഒരു തെളിവും പറയുകയുണ്ടായി. അതെന്താണ്? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവമാണ് അദ്ദേഹം എടുത്തുദ്ധരിക്കുന്നത്. എന്തുദ്ധരിക്കുന്നുവോ മുഴുവനും ദുർബലമായ സംഗതികളെ ഉദ്ധരിക്കാറുള്ളൂ. കാരണം ഇസ്ലാമിനല്ലല്ലോ തെളിവ് പറയുന്നത്. അനിസ്ലാമിക ആശയങ്ങൾക്ക് പിന്നെ ഇസ്ലാമിക പ്രമാണങ്ങളിൽ തെളിവും കാണില്ലല്ലോ. എങ്കിൽ പിന്നെ പറയുന്നതും ആ രൂപത്തിലല്ലേ പറയാനൊക്കുകയുള്ളൂ. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ നോമ്പുകാരനായിരിക്കെ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഭാര്യയെ ചുംബിച്ചുപോയി. അങ്ങനെ നോമ്പുകാരനായിരിക്കെ ചുംബിച്ച് ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാത്രി ഉറങ്ങാൻ കിടന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ വരുന്നു. സ്വപ്നത്തിൽ വന്നുകൊണ്ട് ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുന്നു, ഉമറേ, എന്ത് പ്രവൃത്തിയാ നീ ചെയ്തത്? എന്ത് പണിയാ നീ ചെയ്തത്? ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ എന്താ ചെയ്തത് എനിക്കറിയില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പോലും, ഉമറേ, നീ നോമ്പുകാരനായിരിക്കെ ചുംബിച്ചു പോയില്ലേ? നീ നോമ്പുകാരനായിരിക്കെ ചുംബിച്ചതെന്തേ? അത് കേട്ടപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പിന്നീട് അത് കേട്ടതിന്റെ ശേഷം നോമ്പുകാരനായിരിക്കെ ജീവിതത്തിൽ ഒരിക്കൽ പോലും തന്റെ ഭാര്യയെ ചുംബനം നടത്തിയിട്ടില്ല. മുസ്ലിയാർ ഇവിടെ ആ കഥ പറഞ്ഞിട്ടുണ്ട്. ഓ പ്രിയപ്പെട്ട മുസ്ലിമേ, ഞാൻ ഇന്നലെ നിങ്ങൾക്ക് വിശദീകരിച്ചു തന്നതല്ലേ സ്വപ്നം എന്ന് പറയുന്നതിന്റെ വിധി എന്താണെന്ന്. സ്വപ്നത്തിൽ ഒരു കാര്യം പറഞ്ഞാൽ അതനുസരിച്ച് ഒരാൾക്ക് വിധിക്കാൻ അവകാശമുണ്ടോ? അതനുസരിച്ചാണോ പ്രവർത്തിക്കേണ്ടത്? നിങ്ങൾ നോക്കൂ, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ദീന് പഠിച്ചിട്ടുള്ള ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ആ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം നിങ്ങളൊന്ന് കേൾക്കണം. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഉറക്കത്തിൽ പറഞ്ഞതല്ല, ഉണർച്ചയിലതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിലേക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹയാത്തുള്ള സമയത്ത് റസൂലുള്ളാഹിയുടെ സദസ്സിലേക്ക് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കയറി ചെന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഹശസ്തു ഫഖബ്ബൽതു വഅന സായിം. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഞാൻ നോമ്പുകാരനായിരിക്കെ എൻ്റെ ഭാര്യയെ ചുംബിച്ചു പോയി. ഫജിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് ചെന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ലഖദ് സനഅ്തുൽ യൗമ അംറൻ നദീമാ, ഞാൻ ഇന്നൊരു വല്ലാത്ത കാര്യം ചെയ്തു പോയി നബിയേ. അതൊരു തെറ്റെന്ന നിലക്ക് ഉടനെ ജീവിതകാലത്ത് തന്നെ സംശയിച്ചിട്ട് ചെന്നതാണ്. റസൂലുള്ളാഹിനോട് ഈ കാര്യം പറഞ്ഞപ്പോ നബി തങ്ങൾ ചോദിക്കുകയാണ്, എന്താണ് ഉമറേ ഇത്ര വലിയ പ്രശ്നമുണ്ടായത്? ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഖബ്ബൽതു വഅന സായിം, നബിയേ, നോമ്പുകാരനായിരിക്കെ ഞാൻ ഇങ്ങനെ ചുംബിച്ചു പോയി. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അറഅയ്ത ലൗ മദ്ബദത മിനൽ മാ. ഉമറേ, നോമ്പുകാരനായിരിക്കെ നീ നിന്റെ വായിൽ വെള്ളം കൊപ്പിളിക്കാറില്ലേ? നീ നിന്റെ വായിൽ വെള്ളം കയറ്റിയിട്ടത് തുപ്പാറില്ലേ? അങ്ങനെ നീ ചെയ്യാറില്ലേ? ഖുൽതു, ഞാൻ പറഞ്ഞു, നബിയേ, അങ്ങനെ ഞാൻ ചെയ്യാറുണ്ടല്ലോ, അതൊരു പ്രശ്നമല്ലല്ലെന്ന് എനിക്കറിയാം. എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പിന്നെ എന്തിനാ ഉമറേ ഒന്ന് ചുംബിച്ചു പോയതിന്റെ പേരിൽ വലിയ പ്രശ്നമായി വന്നത്?
എന്താണ് ഇതിലൂടെ അഷ്റഫുൽ ഖൽഖ് ഒരു മസ്അല പഠിപ്പിച്ചത്? മുസ്ലിം ലോകത്തിൽ നിന്നും തർക്കമില്ലാത്ത സംഗതിയാണ് എന്ത്? നോമ്പുകാരനായിരിക്കെ ഒരാൾ തന്റെ ഭാര്യയെ ചുംബിച്ചു പോയിട്ടുണ്ടെങ്കിലും അവന്റെ നോമ്പ് ഫസാദല്ല. ആ ഒരു കാര്യം ഉണർച്ചയിലെ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന് വിരുദ്ധമായി പിന്നെ സ്വപ്നത്തിൽ കണ്ടിട്ട് പിന്നെ ആ വിധിയാണ് സ്വീകരിച്ചത് എന്ന് പറയുന്നത് സ്വീകാര്യമായ കാര്യമല്ല. മാത്രമല്ല മറ്റൊരു കാര്യം കൂടെ കേൾപ്പിക്കട്ടെ. മുസന്നഫ് അബ്ദുർ റസാഖിൽ നമുക്ക് കാണാം, അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹും അവർ പറയുകയാണ്, അതാ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ സ്വന്തം ഭാര്യയായ അത്തിക റളിയല്ലാഹു തആല അൻഹാ ചുംബിച്ചു പോയി. ഭാര്യ ചുംബിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു നോമ്പുകാരനായിരിക്കെ ഫലം യൻഹഹാ, എനിക്ക് നോമ്പല്ലേ, ചുംബിക്കാൻ പാടില്ലല്ലോ എന്ന് ദീനറിയാവുന്ന ഉമർ റളിയല്ലാഹു തആല അൻഹു ആ മഹദിയായ ആതിക ബീവിയോട് പറഞ്ഞിട്ടില്ലല്ലോ. എത്രത്തോളം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു നിസ്കരിക്കാൻ പുറപ്പെടുന്ന നേരത്താണ് ഈ സംഭവം എന്ന് വരെ ആ റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെയാണ് വസ്തുത എന്നിരിക്കെ സ്വപ്നത്തിൽ ഇങ്ങനെ കണ്ടപ്പോ പിന്നെ ജീവിതകാലത്ത് ആ പണി ചെയ്തിട്ടില്ല. അങ്ങനെ അതാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഖബറിൽ കിടന്നുകൊണ്ട് സമൂഹത്തെ ഉമ്മത്തിനെ മുഴുവൻ നിയന്ത്രിക്കുന്നു എന്നതിന് രേഖയായി പറഞ്ഞതെങ്കിൽ പ്രിയപ്പെട്ട മുസ്ലിയാരോട് പറയട്ടെ, നിങ്ങൾ ഉദ്ധരിച്ച സംഭവം സനദ് കൊണ്ട് ശരിയായ നിലക്ക് സ്ഥാപിക്കാനാവാത്ത നിലക്ക് ആ പരമ്പരയിൽ ദുർബലനായ വ്യക്തിയുള്ള സംഭവമാണ്. ഇന്നലെയും നമ്മൾ പറഞ്ഞതല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളല്ലല്ലോ ദീനിൽ സ്വീകരിക്കപ്പെടേണ്ടത്. ഞാൻ ഇനിയും ആ സ്വപ്നസംബദ്ധമായ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. നിങ്ങൾ നോക്കൂ, ഇദ്ദേഹം എന്താണ് പറയുന്നത്? ഖബറിൽ കിടന്നുകൊണ്ട് ഉമ്മത്തിനെ നിയന്ത്രിക്കുന്നു എന്നല്ലേ പറഞ്ഞത്? നിങ്ങൾ നോക്കൂ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതകാലത്ത് അതെല്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഫത്വ ചോദിക്കാൻ സഹാബാക്കൾ വന്നിരുന്നു. അവിടുത്തെ ശ്രദ്ധയിൽ വല്ലതും സഹാബിമാരുടെ പ്രവൃത്തികളിൽ പെട്ട് കഴിഞ്ഞാൽ വളരെ സ്നേഹത്തോടെ നേതാവ് അവർക്ക് തിരുത്തി കൊടുക്കാറുമുണ്ട്. അതല്ലാതെ അവിടുന്ന് വഫാത്തായതിന്റെ ശേഷം ഈ ഉമ്മത്തിൽ നടന്ന അത് സ്വഹാബത്തിലാണെങ്കിലും താബിഈങ്ങളിലാണെങ്കിലും താബിഈങ്ങളിലാണെങ്കിലും ഏത് സമൂഹത്തിലാണെങ്കിലും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ടിട്ടില്ല കേട്ടോ. മുസ്ലിം ലോകത്തിന്റെ ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവമുള്ളതായി പ്രമാണബദ്ധമായ നിലക്ക് ആ നിലക്ക് സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല കേട്ടോ. നബി തങ്ങൾ ഖബറിൽ കിടന്നുകൊണ്ട് എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരുടെയും കേട്ടുകൊണ്ടിരിക്കുകയാണ്, എല്ലാ സംഗതികളും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അവിടുന്ന് ലോകത്തിനെ നിയന്ത്രിക്കുന്നു. ഇത് ഇസ്ലാമികമായ മദ്ഹല്ല കേട്ടോ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതിച്ചു തന്നിട്ടുള്ള മദ്ഹല്ല. മാത്രമല്ല, ഇവരിപ്പോഴും കള്ളക്കഥകൾ മെനയുന്നുണ്ട്, ഇവരിപ്പോഴും കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അന്നത്തെ കാര്യം മാത്രമല്ല, ഇന്നും ഇവരൊക്കെ മദീനയിൽ അങ്ങ് ചെന്നാൽ ഹബീബിനെ കാണാൻ എന്തെളുപ്പമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സംസാരിക്കാൻ ഇവർക്ക് എന്തെളുപ്പമാണ്. ഇവരോട് നബി തങ്ങളും ഇങ്ങോട്ട് സംസാരിക്കുകയാണ്. ഇവരുടെ ജീവിതത്തിലുള്ള സംഗതികളെ നബി തങ്ങൾ അതാ വിളിച്ചു പറയുന്നു പോലും. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, ഉപ്പമാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് സ്നേഹമുണ്ടെന്ന് പറയുന്ന കക്ഷികൾ എന്തൊക്കെ അന്ധവിശ്വാസങ്ങളാണ് ആ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും സംഭവിക്കില്ല.
സമ്മതിച്ചു കൊടുക്കാനാവില്ല കേട്ടോ. ഇന്നും അവര് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ ആധുനിക കാലത്തും നടന്നു. ഞങ്ങളോട് സംസാരിച്ചു, ഞങ്ങളെ നിയന്ത്രിച്ചു, അല്ലെങ്കിൽ ഞങ്ങളെ നേതാക്കന്മാരെ നിയന്ത്രിച്ചു എന്നൊക്കെ അവകാശപ്പെടുന്ന ഒരു സമാന സംഭവം നിങ്ങളൊന്ന് കേട്ടോളൂ, പിന്നീട് വിശദീകരിക്കാം.